Hello everyone, welcome back to my channel and to a new video. Today we'll be discussing the essay The Keralolpadi as History, which comes under MAS for Kerala Culture and Literature. So we'll be looking at a short summary of it, just the basic point, and I'll be doing this in two videos because it's too lengthy. Okay, so the first video will be dealing with the introduction, and we'll conclude it with the story of how Kerala was created. ഓക്കെ, സോ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഒരു സൊസൈറ്റി എടുത്ത് നോക്കുമ്പോൾ അവിടെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഏത് ഗ്രൂപ്പാണോ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഹിസ്റ്ററി ആയിരിക്കും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അവരെ ഫേവർ ചെയ്തുകൊണ്ടുള്ളൊരു ചരിത്രമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് നിൽക്കുന്നത്. ബാക്കിയുള്ളവരെ കുറിച്ചെല്ലാം തന്നെ ആ ഒരു ചരിത്രത്തിൽ ഒരുപക്ഷെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തിൽ ഒരു സൊസൈറ്റി എടുത്ത് നോക്കുമ്പോൾ അവിടെ താമസിക്കുന്ന എല്ലാ ഗ്രൂപ്പുകളിലുള്ള ആൾക്കാർക്കും ഒരേ രീതിയിലുള്ള സ്പേസ് അവർ അർഹിക്കുന്നുണ്ടെങ്കിലും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പലപ്പോഴും വായിക്കാറുള്ളൂ, അതുപോലെ പഠിക്കാറുള്ളൂ. അപ്പോൾ കൊളോണിയൽ റൈറ്റേഴ്സ് പറയുന്നത് ഇന്ത്യക്ക് ഇങ്ങനൊരു ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് ഇല്ല, അതുപോലെ തന്നെ ഒരു സെൻസ് ഓഫ് പാസ്റ്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി കൂടുതലും സ്പിരിച്വലാണ്, മെറ്റീരിയലിസ്റ്റിക് അല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിൽ മാറ്റങ്ങളൊന്നും വലുതായിട്ട് വരാറില്ല. അതുപോലെ മുസ്ലിം വാൻഡലിസം, ഇങ്ങനത്തെ റീസൺസ് വെച്ചിട്ടാണ് ബ്രിട്ടീഷ് കൊളോണിയൽ റൈറ്റേഴ്സ് ഇന്ത്യക്ക് അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് ഇല്ല എന്ന് പറയാൻ കാരണം. പക്ഷെ നമ്മുടെ ഓഥർ പറയുന്നത് ഈ പറയുന്ന സ്കോളേഴ്സ് എല്ലാം തന്നെ ഒരു റങ്കിയൻ ട്രഡീഷനാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു എവിഡൻസ് ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോൺസെൻസ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം സ്കോളേഴ്സാണ് ഇവർ. അപ്പോൾ കേരള ഹിസ്റ്ററി, പെർട്ടിക്കുലർലി ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങൾക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു എവിഡൻസ് ഇല്ല. കൂടുതൽ നമ്മൾ കഥകൾ എന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ ചരിത്രം പറഞ്ഞു പോകുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇന്ത്യക്കൊരു ഹിസ്റ്ററി ഇല്ല എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് കോളോനൈസേഴ്സ് പറയുന്നത്. കാരണം നമ്മുടെ ഹിസ്റ്ററി അവർക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നില്ല. മാത്രമല്ല ഇന്ത്യ ഒരുപക്ഷെ ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസിനെ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ഒരു ഇമ്പോർട്ടൻസ് അവർ കൊടുക്കാത്തതെന്നും ഓഥർ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മറ്റൊരു വശമെന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ മനഃപൂർവ്വം ഇന്ത്യൻ ഹിസ്റ്ററിയെ ഇഗ്നോർ ചെയ്യുകയാണെന്നും പറയുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ ഒരു ബ്രിട്ടീഷ് ഹിസ്റ്ററി വേണം, സുപ്പീരിയർ ആണെന്ന് കാണിക്കാൻ. അവരുടെ ഒരു ഹിസ്റ്ററി ആയിരിക്കണം അവർക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഹിസ്റ്ററിയെ തരം താഴ്ത്തി അതിനെ ഇഗ്നോർ ചെയ്താൽ മാത്രമേ അവരുടെ ഒരു യൂറോ സെൻട്രിസം, അതുപോലെ ബ്രിട്ടീഷ് കൊളോണിയലിസം അവർക്ക് സുപ്പീരിയർ ആണെന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്സിനെ അവർ റിജക്റ്റ് ചെയ്തത്. മാത്രമല്ല അവരുടെ തന്നെ എഴുത്തുകളിൽ ഇന്ത്യയെ ഒരു ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി ആണെന്നും ഒരു രീതിയിലുള്ള സെൻസ് ഓഫ് ഹിസ്റ്ററി ഇല്ലാത്തൊരു രാജ്യമാണെന്നും ഒരു രീതിയിലുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലില്ല. അതുപോലെ തന്നെ നമ്മുടെ എഴുത്തുകളിൽ കൂടുതലും ഇങ്ങനത്തെ പുരാണങ്ങളും ഇങ്ങനത്തെ സൂപ്പർസ്റ്റിഷൻസ് ആണ് കൂടുതൽ ഉള്ളത്. അങ്ങനത്തെ രീതിയിലാണ് അവർ ഇന്ത്യൻ ഹിസ്റ്ററിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു ഐറണി എന്ന് പറയുന്നത് ഇതേ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ് അവർ പലപ്പോഴും അവരുടെ വർക്കിന് വേണ്ടിയുള്ള ഒരു റെഫറൻസ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വില്യം ലോഗൻ എന്നുള്ളൊരു ഹിസ്റ്റോറിയൻ അദ്ദേഹത്തിൻ്റെ മലബാർ മാനുവൽ എന്ന വർക്കിൽ അദ്ദേഹം കേരളോൽപ്പതി, കേരളത്തിൻ്റെ ചരിത്രം, അതിൻ്റെ ഉൽപ്പത്തി പറയുന്ന വർക്കാണ് കേരളോൽപ്പതി. അതിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ലെജൻഡറി നോൺസെൻസ് എന്നാണ്. പക്ഷെ ഐറണി എന്ന് പറയുന്നത് ഇതേ കേരളോൽപ്പതിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിന് വേണ്ടിയുള്ള റെഫറൻസ് എടുത്തത്. അപ്പോൾ ശരിക്കും കൊളോണിയൽ സ്കോളേഴ്സിൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് തന്നെയാണ്. പരസ്യമായിട്ട് അവർ നേറ്റീവ് ട്രഡീഷനെ പുച്ഛിക്കുന്നുണ്ട്, പക്ഷെ അതേസമയം രഹസ്യമായിട്ട് അവർ ഇതേ വർക്കിനെ തന്നെ റെഫറൻസ് ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഓഥർ പറയുന്നത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഇന്ത്യക്ക് ശരിക്കും ഒരു സെൻസ് ഓഫ് ഹിസ്റ്ററി ഉണ്ട്. അത് വെസ്റ്റേൺ സ്കോളേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ വ്യത്യാസമാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം വെസ്റ്റേൺ ഹിസ്റ്റോഗ്രാഫി എന്ന് പറയുന്നത് യൂറോ സെൻട്രിസം, യൂറോപ്പാണ് സെൻറ്റർ എന്നുള്ള ഒരു ചിന്താഗതിയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളോണിയലിസം, ഈ രണ്ട് ഫാക്ടേഴ്സിലാണ് വെസ്റ്റേൺ ഹിസ്റ്റോഗ്രാഫി നിന്ന് പോകുന്നത്. അപ്പോൾ
ഇന്ത്യൻ ഹിസ്റ്ററി ഇതിൽ നിന്ന് വ്യത്യസ്തമായത് കൊണ്ടായിരിക്കാം ഇന്ത്യക്കൊരു സെൻസ് ഓഫ് ഹിസ്റ്ററി ഇല്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും സ്കോളേഴ്സ് പറയുന്നത് എന്നാണ് ഓഥർ പറയുന്നത്. പക്ഷെ ഇപ്പോൾ പോസ്റ്റ് കൊളോണിയൽ എറയാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു വെസ്റ്റേൺ ഹിസ്റ്ററി സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് ചാലഞ്ച് ചെയ്യപ്പെടുകയാണ് പല പോസ്റ്റ് കൊളോണിയൽ റൈറ്റിങ്സിലൂടെ. So the main question is, what is the sense of history? And Romila Thapar gives a somewhat correct definition. She says that it is a consciousness of past events, which events are relevant to a particular society, seen in a chronological framework and expressed in a form which meets the need of the society. അപ്പോൾ ശരിക്കും സെൻസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഫോമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതിനാണ് സെൻസ് ഓഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് എന്ന് പറയാൻ പറ്റുന്നതാണ് ഒരു ഡെഫിനേഷൻ. ഈ ഡെഫിനേഷൻ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു സെൻസ് ഓഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് ഉണ്ടെന്നും പറയാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ വേദിക്, ബുദ്ധിസ്റ്റ്, ജെയിൻ സ്ക്രിപ്റ്റേഴ്സിനൊക്കെ തന്നെ അത്രയും ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് തന്നെ. അതിനുശേഷം ഈ ഒരു എസ്സേ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കേരളോൽപ്പത്തിയെക്കുറിച്ചാണ്, അതായത് കേരളത്തിലെ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ്. പ്രീ കൊളോണിയൽ കേരള നറേറ്റീവിനെ കുറിച്ചാണ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്. അതിൽ ഓഥർ കൂടുതലും പറഞ്ഞു തുടങ്ങുന്നത് പ്രശസ്തി എന്നുള്ളൊരു ജേണലിനെ കുറിച്ചാണ്. നമ്മുടെ ഷോർട്ട് സ്റ്റോറി, പോയം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ലിറ്റററി ജേണേഴ്സ് ആണ് ഈ പ്രശസ്തി എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യയിലാണ് കൂടുതലും ടിപ്പിക്കലായിട്ട് കണ്ടു വന്നിരുന്നത്. ഇത് നമ്മുടെ മെഡീവൽ പീരീഡിലൊക്കെ ഒരു ചരിത്രത്തെ രേഖപ്പെടുത്തിയിരുന്നത് ഈ ഒരു പ്രശസ്തികളിലൂടെയാണ്. ഇതിൽ കൂടുതലും കണ്ടുവന്നിരുന്നത് ഇൻസ്ക്രിപ്ഷൻസ്, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഭൂമിയുടെ അവകാശം ആർക്കൊക്കെയാണെന്നുള്ള ആ ഒരു ലാൻഡിൻ്റെ അവകാശം ആർക്കൊക്കെയാണെന്നുള്ള ഒരു റെക്കോർഡിങ്, ആ സമയത്ത് രാജഭരണത്തെക്കുറിച്ചുള്ളൊരു അക്കൗണ്ട്, ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്, ഇതൊക്കെയാണ് പ്രശസ്തിയിലുള്ളത്. അതുപോലെ തന്നെ ആ സമയത്തെ ട്രഡീഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ സമയത്തെ ഡൈനാസ്റ്റിയുടെ ഒറിജിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ സമയത്തെ രാജാവിൻ്റെ പൂർവികരെക്കുറിച്ചും ഒക്കെ വളരെയധികം പ്രശംസിച്ച് പറയുന്ന ഒരു വർക്കാണിത്. AD 4th സെഞ്ച്വറിയിൽ ഗുപ്ത ടൈം പീരീഡിലാണ് ഇത് കൂടുതലും കണ്ടുവന്നിരുന്നത്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആ ഒരു സമയത്തായിരുന്നു. AD 7th സെഞ്ച്വറിയിലെ പല്ലവ രാജാക്കന്മാരുടെ സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് നിന്നത്. പക്ഷേ ചേര രാജാക്കന്മാരുടെ ഒരു ടൈം പീരീഡിൽ ഇത് പെട്ടെന്ന് ഡിസപ്പിയർ ആവുകയാണ്. അപ്പം അതിൻ്റെ കാരണങ്ങളാണ് ഇനി പറയുന്നത്. MGS നാരായണൻ പോലത്തുള്ള ഹിസ്റ്റോറിയനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഈ എന്തുകൊണ്ടാണ് പ്രശസ്തി ഒരു ചേര രാജാക്കന്മാരുടെ സമയത്ത് നഷ്ടപ്പെട്ടു പോയതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം, ചേര രാജാക്കന്മാർ ഒരു മാട്രിലീനിയൽ സക്സഷനാണ് ഫോളോ ചെയ്തിരുന്നത്. അമ്മയുടെ ഫാമിലി സൈഡിലുള്ള ആൾക്കാർക്കായിരിക്കും അടുത്ത രാജഭരണം കിട്ടുന്നത് എന്നുള്ള രീതിയിലൊരു ട്രഡീഷനാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആൻസിസ്ട്രിയെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയാനില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പ്രശസ്തീസ് അവരുടെ ആ ഒരു പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടു പോയതെന്ന് പറയുന്നു. പക്ഷെ ഓഥർ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിജക്റ്റ് ചെയ്യാണ്. കാരണം അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ സക്സഷൻ എന്ന് പറയുന്നത് ഫാദർ സൈഡ് ആണെങ്കിലും മദർ സൈഡ് ആണെങ്കിലും ആൻസിസ്ട്രി ഈസ് ആൻസിസ്ട്രി. കേരളത്തിൽ വളരെ കാലങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നിരുന്ന ഒരു കാര്യമാണ് മാട്രിലീനിയൽ ഫോം ഓഫ് സക്സഷൻ. അതിൻ്റെ എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നത്, ഇതേ ചേര കുടുംബത്തിൽ തന്നെ AD 11th സെഞ്ച്വറിയിലുള്ളൊരു ക്രോണിക്കിളാണ് മൂഷിക വംശകാവ്യം. അപ്പോൾ അതിലും ഈ ഒരു ചേര കിങ്ഡത്തെക്കുറിച്ചുള്ള ജീനിയോളജിയെക്കുറിച്ചും മാട്രിലീനിയൽ സക്സഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത് മാട്രിലീനിറ്റി കാരണമല്ല പ്രശസ്തി ഡിസപ്പിയർ ആയതെന്ന് ഓഥർ പറയുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു പോസിബിലിറ്റി എന്താണ് ചോദിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ മഹോദയപുരത്ത് ചേര രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തെക്കാട്ടിലും കൂടുതൽ അവിടെ പവർ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത് അവിടുത്തെ ബ്രാഹ്മണ സംഘത്തിനായിരുന്നു. അവരായിരുന്നു ശരിക്കും ഒരു ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയിരുന്നത്. അപ്പോൾ പ്രശസ്തി എന്ന് പറയുന്നത് രാജാക്കന്മാരെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു വർക്കാണ്, ഡോക്യുമെൻ്റാണ്. ബ്രാഹ്മണരുടെ ആവശ്യം അവരെ വാലിഡേറ്റ് ചെയ്യുന്ന, അവരെക്കുറിച്ച് പുകഴ്ത്തുന്ന ഒരു
ഡോക്യുമെൻറ്റിൻ്റെ ആവശ്യമാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ പ്രശസ്തി ഇതിന് സ്യൂട്ടബിൾ അല്ലാത്തത് കൊണ്ടും ബ്രാഹ്മണേഴ്സിൻ്റെ പോപ്പുലാരിറ്റി അത്രമേൽ സ്ട്രോങ് ആയിരുന്നത് കൊണ്ടും ആണ് ഒരുപക്ഷെ പ്രശസ്തി അവിടെ അതിൻ്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു വന്നത് എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ പ്രശസ്തിയെക്കാട്ടിലും ഇവിടെ കൂടുതലും കേരള സൊസൈറ്റി കൂടുതൽ വേറെ രീതിയിലുള്ള റൈറ്റിംഗ് സ്റ്റൈല് തിരയാൻ തുടങ്ങി, അന്വേഷിക്കാൻ തുടങ്ങി. അവരുടെ ചരിത്രം കുറച്ചും കൂടി നല്ല രീതിയിൽ പറയുന്ന രീതിയിലുള്ള ഫോംസ് ഓഫ് റൈറ്റിംഗ് അവർ അന്വേഷിക്കാൻ തുടങ്ങി. ഒരു പക്ഷെ ആ ഒരു കാരണം കൂടി കൊണ്ടായിരിക്കാം പ്രശസ്തിയുടെ ഒരു പോപ്പുലാരിറ്റി കുറഞ്ഞതെന്നും പറയുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് കേരളോൽപ്പതി എന്നുള്ളൊരു നറേറ്റീവ് ഇവിടെ വരുന്നത്, ഒരു ടെക്സ്റ്റ്. So Keralolpadi is a narrative in Sanskritized Malayalam prose which tells the story of the creation of Kerala by Parashurama in Puranic exposition. The book ends by saying that it was actually the work of Tunjathu Ramanujan Ezhuthachan, who was famous for translating and popularizing the epics in Kilipattu meter, who helped in this popularity of historical consciousness. അപ്പോൾ കേരളോൽപ്പതി എന്ന നറേറ്റീവിനെ കുറിച്ച് പല സ്കോളേഴ്സിനും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണുള്ളത്. മെജോറിറ്റി സ്കോളേഴ്സും പറയുന്നത് ഇതൊരിക്കലും ഒത്തൻറ്റിക് അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നെങ്കിലും ഓഥർ പറയുന്നത് അതിൻ്റെ മെയിൻ കാരണം ആ സ്കോളേഴ്സ് എല്ലാം തന്നെ ഹിസ്റ്റോറിക്കൽ ഒത്തൻറ്റിസിറ്റിയെക്കാട്ടിലും ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ്സിനെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ സ്കോളേഴ്സ് എല്ലാം തന്നെ ഈ ഒരു നറേറ്റീവിനെ ഈ കേരള ചരിത്രം പറയുന്ന ഒരു നറേറ്റീവായിട്ടല്ല അവർ കണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ അവർ ഒത്തൻറ്റിസിറ്റി തപ്പാൻ പോയി. ഇത് എത്രമാത്രം എവിഡൻസ് ഉണ്ട്, ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ള രീതിയിൽ അന്വേഷിക്കാൻ പോയപ്പോൾ അതിന് വലിയൊരു എവിഡൻസ് ഇല്ല. പക്ഷേ എവിഡൻസ് ഇല്ലാത്ത പക്ഷം ഒരു കാര്യം സത്യമാകാതിരിക്കുന്നില്ല, പ്രത്യേകിച്ച് ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ. സോ അങ്ങനൊരു കാര്യം കൊണ്ട് ഒത്തൻറ്റിസിറ്റി അന്വേഷിച്ച് പോയതുകൊണ്ടാണ് പല ആൾക്കാർക്കും കേരളോൽപ്പതി എന്നുള്ളൊരു നറേറ്റീവ് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളത്. പിന്നെ പറയുന്നത് കേരളോൽപ്പതിക്ക് അതിൻ്റേതായ ഇംപെർഫെക്ഷൻസ് ഉണ്ട്. അതായത് ക്രോണോളജിയിൽ തെറ്റുണ്ട്, ഡേറ്റ്സിൽ ഒരു തെറ്റുണ്ട്, അതുപോലെ തന്നെ ജോഗ്രഫിയിൽ ഒരു കൺഫ്യൂഷനുണ്ട്. ഇതെല്ലാം തന്നെ അതിൻ്റെ ഇംപെർഫെക്ഷൻസ് ആണെങ്കിലും ഓഥർ പറയുന്നത് ഇതിനെ ഒരിക്കലും ഈ ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സിനെ കണ്ണും പൂട്ടി വിശ്വസിക്കണമെന്നല്ല പറയുന്നത്. ഇതിനെ ഒരു റെഫറൻസ് ആയിട്ട് മാത്രം എടുക്കാം, അല്ലാതെ ഫേസ് വാല്യൂവിൽ എടുക്കാൻ പാടില്ല എന്ന് ഓഥർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എസ്സേയിൽ തന്നെ അദ്ദേഹം കേരളോൽപ്പതിയെ വെറും ഒരു നറേറ്റീവായിട്ട് മാത്രമാണ് കാണുന്നത്. ഒരിക്കലും ഇതാണ് സത്യം എന്ന രീതിയിൽ അദ്ദേഹം കാണുന്നില്ല. കേരളത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്, ഇത്ര മാത്രമേ അദ്ദേഹം കേരളോൽപ്പതിയെ കാണുന്നുള്ളൂ. പിന്നെ പറയുന്നത് ഒരുപാടധികം വേർഷൻസ് ഉണ്ട് കേരളോൽപ്പതിക്ക്. പക്ഷേ ക്രോണോളജി ഏകദേശം സെയിം ആണ്, അതുപോലെ തന്നെ സ്ട്രക്ചറും ഏകദേശം സെയിം ആണ്. 3 ബ്രോഡ് പീരീഡാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്: ഏജ് ഓഫ് പരശുരാമ, ഏജ് ഓഫ് പെരുമാൾ, ഏജ് ഓഫ് തമ്പുരാൻ. അപ്പോൾ ഇതിൽ ലാസ്റ്റ് സെക്ഷൻ ഏജ് ഓഫ് തമ്പുരാനിലാണ് ഏറ്റവും കൂടുതൽ വേരിയേഷൻസ് വരുന്നത്. മറ്റ് 2 ടൈം പീരീഡും ഏകദേശം എല്ലാ വേർഷൻസിലും സെയിം ആണ്. അപ്പോൾ ഓഥർ എടുത്തിരിക്കുന്ന വേർഷൻ എന്ന് പറയുന്നത് കാലിക്കട്ടിലെ സാമൂതിരി രാജാക്കന്മാരായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വേർഷനാണ്. ഇതിൽ നോർത്തിലെ കോലത്ത് നാട് രാജാക്കന്മാരെ കുറിച്ചും ഒരു ക്രോസ് റെഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഓരോ പീരീഡായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പീരീഡ് ഇസ് ദ ഏജ് ഓഫ് പരശുരാമ. അപ്പോൾ അതിൽ ഈ ഒരു കഥയാണ് പറയുന്നത്, കേരളം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചരിത്രം. അപ്പോൾ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ പരശുരാമൻ മഴു എറിഞ്ഞ് അറേബ്യൻ കടലിൽ നിന്ന് ഗോകർണത്തിനും കന്യാകുമാരിക്കും ഇടയിലായിട്ട് ഒരു ഭൂമി വീണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അതിനെ കേരളം എന്ന് പേരിട്ടു. 64 ഗ്രാമങ്ങളാക്കി. നോർത്തിൽ നിന്നും അദ്ദേഹം കുറച്ച് ബ്രാഹ്മണ സംഘത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഈ ഗ്രാമങ്ങൾ വീതിച്ചു കൊടുക്കുകയാണ്. ഇതിൽ 32 ഗ്രാമങ്ങൾ തുളുനാടിലും ബാക്കി 32 ഗ്രാമങ്ങൾ ഇപ്പോഴത്തെ കേരളത്തിലുമുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ പല സ്കോളേഴ്സും പറയുന്നത് ഇതിൽ സത്യമില്ല. നമ്മൾ പലപ്പോഴും നമുക്ക് ശാസ്ത്രം കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ പുരാണങ്ങളാക്കി മാറ്റും. അതായത് ഇപ്പോൾ കേരളം ഉണ്ടായതിനെ കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് നമുക്കൊരു സ്റ്റോറി ഇല്ല. അപ്പോൾ അതുകൊണ്ട്
ആണ് എന്താണ് പരശുരാമനെ പോലത്തുള്ള ഒരു മഹാവിഷ്ണുവിൻ്റെ അംശമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു കഥയുണ്ടാക്കിയതെന്ന് പല സ്കോളേഴ്സും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഓഥർ പറയുന്നത് ഇങ്ങനത്തെ രീതിയിലുള്ള ട്രഡിഷൻ, ഇങ്ങനത്തെ ലെജൻഡായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സൂപ്പർസ്റ്റിഷ്യൻസ് ആയിട്ടുള്ള ട്രഡിഷൻ കേരളത്തിൽ മാത്രമല്ല. ഇപ്പോൾ ഗുജറാത്ത് എടുത്തു നോക്കുകയാണെങ്കിലും മഹാരാഷ്ട്രയിലുള്ള സൊപ്പാര റീജിയൻ എടുത്ത് നോക്കുകയാണെങ്കിലും സപ്ത കൊങ്കണാസ്, അതുപോലെ കനാറീസ് കോസ്റ്റ്, ഇവിടുത്തെ എല്ലാം ഒരു ഒറിജിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ അംശമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് അവതാരങ്ങൾ വന്നിട്ട് അവരായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കും ഇന്ത്യയിൽ ഒട്ടാകെ പല സ്ഥലങ്ങളിലും നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ളൊരു കഥ കേരളത്തിൽ മാത്രമല്ല കാണപ്പെടുന്നത് എന്ന് ഓഥർ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഈ നോർത്തിൽ നിന്നും വന്ന ബ്രാഹ്മണ സംഘം, അവർക്കാണല്ലോ ഗ്രാമങ്ങൾ വീതിച്ചു കൊടുത്തത്. അപ്പോൾ അവരും ഈ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഗ്രൂപ്പിലും ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് നിൽക്കുന്നത് ഈ ഒരു കഥ തന്നെയാണ്. ഈ ഒരു പരശുരാമൻ വന്ന് മഴ എറിഞ്ഞ് ഇങ്ങനത്തെ ഭൂമി വീണ്ടെടുത്ത് അതിനെ വീതിച്ചു കൊടുത്തു എന്നുള്ളൊരു കഥയാണ് അവരുടെ ഗ്രൂപ്പിലും, ബ്രാഹ്മണിക്കൽ ഗ്രൂപ്പിലും പോപ്പുലറായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു കുറച്ച് ഒതൻറ്റിസിറ്റി ഉണ്ട് എന്ന് പറയാമെന്നാണ് ഓഥർ പറയുന്നത്. അതിനുശേഷം ഈ വന്ന ബ്രാഹ്മണ സംഘം ആഹിചത്ര എന്നൊരു നോർത്തേൺ ഏരിയയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ വന്നെങ്കിൽ പോലും അവർ ഈ ഒരു കേരളം എന്ന കിട്ടിയ പുതിയ ഭൂമിയിൽ താമസിക്കുന്നില്ല. സർപ്പഭയം കാരണം അവർ തിരിച്ചു പോകുന്നു. അപ്പം രണ്ടാമത്തെ പ്രാവശ്യം പരശുരാമൻ വീണ്ടും ഒരു ബ്രാഹ്മണ സംഘത്തെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്രാവശ്യം അവർ തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ആ സംഘത്തിൽ അദ്ദേഹം കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവരുടെ ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ വസ്ത്രധാരണത്തിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ കൊണ്ട് മേട്രിലീനിയൽ സക്സഷൻ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് ഇനി അങ്ങോട്ട് ഭൂമിയുടെ ആ ഒരു സ്ഥലത്തിൻ്റെ അവകാശം അമ്മയുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്കായിരിക്കും പോകുന്നത് എന്നുള്ള രീതിയിലുള്ള മേട്രിലിനിറ്റി. ഇതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും പയ്യന്നൂരിൽ നിന്നുള്ള ഒരു ബ്രാഹ്മണ ഫാമിലി ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പരശുരാമൻ 108 ക്ഷേത്രങ്ങൾ പണിയുന്നുണ്ട്. ശിവനും ദുർഗയാണ് പ്രധാന പ്രതിഷ്ഠയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 36,000 ബ്രാഹ്മണർക്ക് വാറിയർ ട്രെയിനിങ് കൂടി കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഭൂമി സംരക്ഷിക്കാനും അവരുടെ ഒരു സ്ഥലം സംരക്ഷിക്കാനും ഇതുപോലത്തെ ഒരു ഗവേണൻസ് കൊണ്ടുവരാനൊക്കെ കുറച്ച് ട്രെയിനിങ് വേണം. അപ്പോൾ ബ്രാഹ്മണർ മാത്രമാണ് വന്നതുകൊണ്ട് ബ്രാഹ്മണർക്ക് അങ്ങനത്തെ രീതിയിലൊരു ക്ഷത്രിയ ട്രെയിനിങ് പരശുരാമൻ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഈ രണ്ടാമത്തെ ബ്രാഹ്മണ സംഘം ഇനി തിരിച്ചു പോയാലും അവരെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല അവിടുത്തെ ആൾക്കാർ. അപ്പോൾ എന്തായാലും അവർക്ക് ഇവിടെ താമസിച്ചേ പറ്റുള്ളൂ എന്ന രീതിയിൽ അദ്ദേഹം ഉറപ്പുവരുത്തുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു കഥയാണ് കേരളോൽപ്പതി, ഏജ് ഓഫ് പരശുരാമ എന്നുള്ളൊരു ഇതിൽ കൂടുതലും പറയുന്നത്. സോ ഈ ഒരു കഥ വെച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയുള്ള അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കി ഏജ് ഓഫ് പെരുമാൾ ആൻഡ് ഏജ് ഓഫ് തമ്പുരാനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഐ ഹോപ്പ് the points that we have discussed so far is clear, and thank you for listening. I'll see you in the next video.